അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം തരികയാണെങ്കിൽ ഈ വർഷത്തെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വർഷത്തെ റമദാൻ നമ്മെ മാറ്റണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതിനുള്ള പ്ലാനിങ്ങുകൾ വേണം. ഏതൊക്കെ വിഷയങ്ങളാണ് ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വഴിയെ ഞാൻ ഇൻഷാ അല്ലാഹ് ഓരോന്നായി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 3 പ്രധാനമായ വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 3 വിഷയങ്ങൾ? ഒന്നാമത്തെ വിഷയം ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ ആയുസ്സിൽ ഒരു വർഷത്തെ റമദാൻ മാസം നമുക്ക് ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല, ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യണം. ഇനിയോ രണ്ടാമത്തെ വിഷയം ഏതാണ്? ആയുസ് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ആരോഗ്യം ലഭിക്കേണ്ടതുണ്ട്. ആയുസ് കിട്ടി പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, നമുക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയില്ല, ശാരീരികമായ മറ്റുള്ള ആരാധനകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യം എന്നുള്ളത് സിഹത്തും ആഫിയത്തും ഇസ്ലാമിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് മിഫ്താഹുൻ നഈം എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത്. സർവ്വ അനുഗ്രഹങ്ങളുടെയും താക്കോലാണ് സത്യത്തിൽ ആരോഗ്യമെന്നത്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസങ്ങളിലും അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആഫിയത്തിന് വേണ്ടി നിരന്തരമായി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം ഏതാണ്? നമുക്ക് ആയുസ്സും ആരോഗ്യവുമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള ഒരു തൗഫീഖ് വേണം. നന്മ ചെയ്യാനുള്ള തൗഫീഖ് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ഒരടിമക്ക് കിട്ടുന്ന സഹായമാണ്. നന്മ ചെയ്യാൻ തോന്നണം നമുക്ക്. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്, പക്ഷേ നന്മകൾ ചെയ്യാൻ അവർക്ക് തോന്നുകയില്ല. അങ്ങനെ കിട്ടിയ അവസരങ്ങൾ അവർ പാഴാക്കും. അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് തൗഫീഖ്. അതുകൊണ്ട് ആ തൗഫീഖിന് വേണ്ടിയും അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ ഈ 3 വിഷയങ്ങൾ വളരെ പ്രധാനമാണ്. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടിയും മറക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുക. 1 ദീർഘായുസ്സിന് വേണ്ടിയാണ്, 2 ആഫിയത്തിന് ആരോഗ്യത്തിന് വേണ്ടിയാണ്, 3 നന്മകളും ഇബാദാത്തുകളും ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയാണ്. അതുകൊണ്ട് മറക്കാതെ ഈ കാര്യങ്ങൾ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.